ആരിഫ് ഹുസൈൻ എല്ലാവർക്കും അറിയാലോ. 2 വരി പാടിയിട്ട് ബാക്കി കാര്യം പറയാം. അല്ലേലും ആരിഫ് പണ്ട് തന്നെ മണ്ടന, ആ കാഴ്ച ലാസ്റ്റായി കൊണ്ടുവന്നത് ലണ്ടന. ഗുണമുള്ള കാഴ്ചകൾ കണ്ടിടാത്തൊരു അന്ധന, ഇനിയും അവനെ പേരിടുന്നവർ പൊട്ടന. ഇസ്രായേലിൽ വലിയ ആളായിട്ട് ഇസ്രായേലിൽ പോയതാ. ജൂതന്മാരനെ അവിടെ നാട്ടി ഒളിച്ച് ആകെ ട്രോളി നേരെ ലണ്ടനിലേക്കാ ഫ്ലൈറ്റ് കയറി. ലണ്ടനിലെ ഫ്ലൈറ്റ് കയറി അവിടുന്ന് സ്വന്തം മോളെ വിവാഹം കഴിക്കാൻ ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് ആങ്കർ ചോദിച്ചപ്പോ ലാസ്റ്റ് ഉത്തരം കിട്ടാതെ കൂവി ആട്ടി ഒടിച്ചൊരു സാഹചര്യം. എല്ലാവരും വഷളായി പോയി. സത്യത്തിൽ ആരിഫ് ആരാണെന്ന് യുക്തിവാദികൾക്ക് പോലും മനസ്സിലായിട്ടില്ല. ജാമിദ ടീച്ചറും ജസ്ല മാടശ്ശേരിയും അതുപോലെ ഈ അടുത്ത് പോയ അസ്കർ അലി ഉണ്ടല്ലോ, അവന്റെ ബിരുദൊന്നും നമ്മൾ പറയുന്നില്ല, ആ സ്ഥാപനം ഇഷ്ടപ്പെടില്ല. അതുപോലെ പിന്നെ ലിയാക്കത്തടങ്ങുന്ന ടീം, ഇവരൊക്കെ ഉണ്ടെങ്കിലും യുക്തിവാദി എന്ന് പറഞ്ഞ് മുമ്പിൽ നിൽക്കുന്ന ഇവനാ. കാരണം ഇസ്ലാമിക വിരുദ്ധരുടെ ഫണ്ട് മുഴുവൻ കൈപ്പറ്റാനുള്ള എല്ലാ മിടുക്കും കാണിക്കുന്നവനാ. ആ വിഷയത്തിൽ ഒരു ജാമിദാനെയും ഒരു ലിയാക്കത്തിനെ ആരിഫ് അടുപ്പിക്കൂല. അവർ തമ്മിൽ പല പ്രശ്നങ്ങളും ഇപ്പോൾ അടുത്ത് നമ്മൾ കേട്ടാണല്ലോ. ഏതായാലും ഓർക്ക് ഖുർആനും അറിയില്ല, ശാസ്ത്രം അറിയില്ല എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഒരുപാട് വീഡിയോസിലും ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാ. ഇന്ന് അതിന്റെ മറ്റൊരു ഉദാഹരണം കൂടെ. ये झूठा इंसान जिसने झूठ बोला, इसको असल में इससे पहले इसको ऐसा चैलेंज मिला नहीं, इससे पहले इसको ऐसा चैलेंज मिला नहीं। आज इसने गलती की, स्पीकर कॉर्नर लंदन आ गया। ये समझ रहा था मैं यहाँ के अपने झूठ बोलूंगा, मैं बकवास करूंगा और मुझे कोई चैलेंज नहीं करेगा। അയാൾ പറയുന്നത് അയാളുടെ ചോദ്യങ്ങൾക്കൊന്നും ആൻസർ പറയാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. വിവരമുള്ള ആളുകളുടെ അടുക്കലേക്ക് ഇവൻ വരൂലല്ലോ. ഖുർആനിൽ അങ്ങനെ ഉണ്ട്, ഹദീസിൽ ഇങ്ങനെ ഉണ്ട് എന്നല്ലേ പറയുള്ളൂ. വിവരമുള്ള ദീൻ പഠിച്ച ഒരു ആലിമിന്റെ മുന്നിലേക്ക് ഇവൻ വരൂല. അപ്പം അയാൾ പറയുന്നത് കേട്ടില്ലേ, ജൂട്ടാ ഇൻസാന്, കളവ് പറയുന്നവനാണെന്ന്, പച്ച കളവ് മാത്രം പറയുന്നവനാണെന്ന്. എന്നിട്ട് ആ തുണി തൂരെ ചിരിച്ചിട്ട് എലി മഞ്ചേ കിടന്ന് ഒരു പരക്കം പാച്ചിലുണ്ടല്ലോ, അതേപോലെ ഇങ്ങനെ കിടന്ന് വിരക അവന്. 50 മിനിറ്റോളമുള്ള വീഡിയോ ഉണ്ട് എൻ്റെ അടുത്തുണ്ടത്. ഒരു ചോദ്യത്തിന് പോലും ഇവന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഇതാണ് കാശ് കൊടുത്തിട്ട് പോയിട്ട് അവനാൻ്റെ കയ്യിലുള്ള കാശ് ചിലവാക്കി പോയിട്ട് ഊക്കി ഇരന്ന് വാങ്ങുക എന്ന് പറഞ്ഞത്. ഇസ്രായേലിൽ പോയി, അവിടുന്ന് പരമാവധി കിട്ടി. ഇപ്പോൾ ലണ്ടനിൽ ചെന്നപ്പോൾ അതിനേക്കാൾ അപ്പുറമായിട്ട് കിട്ടി. ഇരന്ന് വാങ്ങുക. കായാക്കാളിങ് എന്നും പറഞ്ഞിട്ട് കേരളത്തിൽ അടച്ചിട്ടൊരു റൂമിലെ ഏതൊക്കെയോ എക്സ് മുസ്ലിമിനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അതിലൂടെ ഇസ്ലാമിനെ കുറിച്ച് ഇല്ലാ കഥകൾ പറയുക. ഖുർആനിൽ സ്വന്തം മോളെ കല്യാണം കഴിക്കാനുണ്ട് എന്ന്. എവിടെയാണത് പറഞ്ഞത്? ഞങ്ങളൊക്കെ ഒരുപാട് തഫ്സീർ ഓതിയവരാണ്, ഖുർആൻ്റെ എല്ലാ തഫ്സീറും കണ്ടവരാണ്, പരിഭാഷയും കണ്ടവരാണ്. നീ ആ പറഞ്ഞ ആശയം ഖുർആനിൽ എവിടെയാണുള്ളത്? അപ്പോൾ ഇല്ലാ കഥകൾ വിളിച്ച് പറഞ്ഞ് അത് യൂട്യൂബിലിട്ട് വരുമാനാക്കുക. എന്നിട്ട് സംഘികളെ കൊണ്ടും ക്രിസംഘികളെ കൊണ്ടും കയ്യടി നേടിയിട്ട് അത് ഞണ്ണുക. അത് കേരളത്തിൽ നടക്കും. വിവരമുള്ള ആൺകുട്ടികളുടെ മുന്നിൽ നീ പെട്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഇപ്പം അയാളുടെ മുന്നിൽ അയാൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നിനും മറുപടി ഇല്ല. ഇവൻ കിടന്ന് പരിങ്ങാണ്, തുണി തൂര്യമായിട്ടൊരവസ്ഥ. എന്നിട്ടിങ്ങനെ പരിങ്ങി അവസാനം പതുക്കെ സ്കൂട്ടാകുകയാണ്. വിട്ടിലവനെ. ഇതൊക്കെ ആ തള്ളയുടെ കുരുത്തക്കേടെന്ന് പറയാൻ പറ്റുള്ളൂ. ആ അവൻ്റെ ഉമ്മാൻ്റെ ആ പാവം ഉമ്മ മരണപ്പെട്ടപ്പോൾ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. നീയൊക്കെ ഇനിയും ഇരന്ന് വാങ്ങാൻ കിടക്കുന്നേ ഉള്ളൂ, നശിച്ച് പൊഴുത്ത് നീ നാറി ചാവും വരെ ഇതൊക്കെ നീ ഇങ്ങനെ ഊക്കി ഏറ്റുവാങ്ങാൻ വേണ്ടി വിധിക്കപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട സാധാരണക്കാരായ എൻ്റെ ജനങ്ങളോട് പറയാനുള്ളത്, ഇവൻ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് പച്ച കള്ളമാണ്. മാത്രമല്ല RSSനെയും അതുപോലെയുള്ള സംഘപരിവാരങ്ങളെയും ക്രിസംഗികളെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിനെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പുവിന് അറിയില്ല. ഇവൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാം, ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെ ഇവന് എവിടുന്നൊക്കെയോ ആരൊക്കെയോ പറയുന്നത് കേട്ട് അങ്ങനെ ഇല്ലാ കഥകൾ പടച്ചുണ്ടാക്കി അതിലൂടെ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവനാണ് ഇവൻ. ഛർദ്ദിക്കുന്നതിൽ സാധുക്കളായ ജനങ്ങൾ വഞ്ചിതരായി പോകരുത്.